ഹായ് ഫ്രണ്ട്സ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ 2024 നടന്ന വുമൺ ഫയർ ആൻഡ് സേഫ്റ്റി വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ ഇത് 2004 നടക്കുന്നത്. 2023 നോട്ടിഫിക്കേഷൻ വന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിനു മുമ്പായിട്ട് ഇതിൻ്റെ ഒരു കൊല്ലം ജില്ലയിലേക്ക് വന്ന ഒരു അതായത് റാങ്ക് ലിസ്റ്റിൻ്റെ അതിൻ്റെ ഒരു കട്ട് ഓഫ് കൊല്ലം ജില്ലയാണ്. അതിൻ്റെ ഒരു കട്ട് ഓഫ് അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ വന്ന ആളുകളുടെ എണ്ണം ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് 51 പേരാണ്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 60 പേര്. നിങ്ങൾക്കറിയാം, ഒരു ജില്ല വൈസിലാണ് പറയുന്നത്. ഇപ്പോൾ ജില്ല വൈസിലാകുമ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ വുമൺ ആണ്. അപ്പോൾ അത് അത്രയും നാരോ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ കുറവ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ലിസ്റ്റിൽ വന്ന മെയിൻ ലിസ്റ്റിലെ ലാസ്റ്റ് ആളുടെ മാർക്ക് ലാസ്റ്റ് കാൻഡിഡേറ്റിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 67 ആയിരുന്നു. ക്ലിയർ ആണേ, 67 ആയിരുന്നു ലാസ്റ്റ് വന്നത്. അപ്പോൾ അത് അത്രയും ആളുകളുടെ എണ്ണം കുറച്ചുകൊണ്ടാണ് അത്രയും കട്ട് ഓഫ് കൂടിയിട്ടുള്ളത്. ഇനി എന്തായാലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാം. ആൻസർ കീ ഉണ്ട് കേട്ടോ. ആൻസർ കീ വിത്ത് ഫൈനൽ ആൻസർ കീ ആണ്. അതേപോലെ ടെലഗ്രാം ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടുന്ന് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു പാർട്ടിൽ 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എന്താ താഴെ പറയുന്നതിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്പന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ ഇല്ലേ, ഇത് 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇത് 3 പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? 1ഉം 2ഉം മാത്രമാണ്. ഇതിൽ ശരിയായിട്ടുള്ളതാണ് കേട്ടോ ചോദിക്കുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് എന്താ? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. ഓക്കെ, അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. പിന്നെ എന്താ, 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം എന്താണ്? ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അത് 2 ശരിയാണ്. പക്ഷേ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ല. എന്താ, കാർട്ടർ സിസ്റ്റം കൊണ്ടുവന്നത് ആരല്ല? കാർട്ടർ സിസ്റ്റം കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരല്ല. ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഓക്കെ, പോർച്ചുഗീസുകാരാണ് കാർട്ടർ സിസ്റ്റം കൊണ്ടുവന്നത്. അത് ഞാൻ മുമ്പ് പറയാണ്ട് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ എന്താ, കാറ് പോർച്ച് എന്ന് ഓർത്ത് വെച്ചാൽ തന്നെ എന്ത് ചെയ്യും, അവിടെ കണക്ഷൻ കിട്ടും. കാറ് പോർച്ചിലാണ് എന്ത് ചെയ്യുന്നത്, നിർത്തുന്നത് എന്ന് ഓർത്ത് വെച്ചാൽ കാർട്ടർ സിസ്റ്റം പോർച്ചുഗീസ് ആണെന്നുള്ളത് എന്ത് ചെയ്യും, അവിടെ കിട്ടും. ഓക്കെ, പിന്നെ ഗുഡ് അത് കണക്ട് ചെയ്തിട്ട് ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് ഒന്നിച്ച് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഗുഡ് നല്ല കാറ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പോർച്ചിൽ തന്നെ നിർത്തണം എന്ന് ഓർത്ത് വെച്ചാൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി വന്ന പോർച്ചുഗീസുകാരാണെന്ന് ഓർത്തോക്കാം. പിന്നെ കാർട്ടർ സിസ്റ്റം കൊണ്ടുവന്നത് ആര് തന്നെ ഓർത്തോക്കാം, പോർച്ചുഗീസുകാരാണെന്ന് ഓർത്തോക്കാം. ഇനി ഇതിൽ മെയിനായിട്ട് ഈ ഒരു സെഷനിൽ ചോദിക്കുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഒന്ന് ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയ് അൽബുക്കർക്ക്. അതേപോലെ പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയ വർഷം 1510. അപ്പോൾ ഇത് രണ്ടും കൂടിയും കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് ഓർത്തോക്കാം. ഏകദേശം ഈ ഒരു രീതിയിൽ ഓർത്തിച്ചാൽ എങ്ങനെയാണെന്ന് അറിയാം. ഇപ്പോൾ 10-15 വയസ്സുള്ള ഏകദേശം കുട്ടികളും നമ്മൾ ട്രിപ്പൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ അവർ എവിടെയാണ് പറയുന്നത്, ഗോവയിലായിരിക്കും അല്ലേ. അപ്പോൾ ഇത് 10-15 എന്നുള്ള ഓർത്ത് വെച്ചാൽ ഇത് കിട്ടും. ആ ടൈമിൽ അവർ എന്താണ്, ബുക്ക് വായിക്കേണ്ട ടൈമിലാണ്. പക്ഷേ അവരെന്താണ്, ഗോവയാണ് ചൂസ് ചെയ്യുന്നത്. ആ രീതിയിൽ എന്ത് ചെയ്താൽ മതി, അത് 3 അങ്ങ് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയ് അൽബുക്കർക്ക്. കാരണം വൈസ്രോയ്കൾ നമുക്ക് ഇനി ഒത്തിരി വേറെ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്തിട്ട് പറയുന്നത്. ഇനി കാർട്ടർ സിസ്റ്റത്തിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാം. എന്താ കാർട്ടർ സിസ്റ്റം എന്നുള്ളത്? ഇപ്പോൾ ഇന്ത്യയിലെ ഏതെങ്കിലും ഭാഗങ്ങളുമായിട്ട് കപ്പലുകൾ വ്യാപാരം തടയുന്നതിന് വേണ്ടി കേട്ടോ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയ പാസ്സാണ് എന്തറിയപ്പെടുന്നത്, കാർട്ടർ സിസ്റ്റം എന്നറിയപ്പെട്ടത്. അപ്പോൾ ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലും തങ്ങളുടെ ചരക്കുകൾ കടത്തുന്നതിന് എന്ത് ചെയ്യണം, പോർച്ചുഗീസുകാർക്ക് ഒരു സംഖ്യ കൊടുക്കണം. അപ്പോൾ അങ്ങനെ സംഖ്യ നൽകിയിട്ട് പാസ് സ്വന്തമാക്കണം. ആ പാസ്സാണ് കാർട്ടസ് എന്ന് വിളിക്കുന്നത്. ഇനി കുളച്ചൽ യുദ്ധത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ. എന്താ, മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. അപ്പോൾ ആ ഒരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 1741 എന്ത് ചെയ്യുന്നത്, ഇയർ നിർബന്ധമായിട്ട് ക്യാപ്റ്റൻ ഡില്ലനോയൊക്കെ നിങ്ങൾ ഓർമ്മയുണ്ടാവും അല്ലേ. ക്യാപ്റ്റൻ ഡില്ലനോയെ വലിയ കപ്പിത്താൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ കുളച്ചൽ യുദ്ധമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ ഒരു ഫാക്റ്റുകൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തുക. ഇനി 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ, താഴെ പറയുന്ന സംഭവങ്ങളെ കാലഗണന പ്രകാരം ക്രമീകരിക്കുക. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കാലഗണനാ ക്രമത്തിൽ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലിസ്റ്റ് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എത്രത്തോളം വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു അതും ഒരു യൂണിഫോം പോസ്റ്റ് ആയിരുന്നു തോന്നുന്നു കേട്ടോ ആ ചോദിച്ചത്. അപ്പോൾ ഇതിൽ കാലഗണനാ ക്രമത്തിൽ അവതരിപ്പിച്ച ഏതാ വരിക, ആദ്യം വരിക ചാനാർലകളി കേട്ടോ, ഇത് 1ാമത് വരും. പിന്നെ വരുന്നത് വൈക്കം, അതേപോലെ അടുത്തത് ക്ഷേത്രപ്രവേശനം, പിന്നെ ഏതാണ് ലാസ്റ്റ് പാലിയ സത്യാഗ്രഹം. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നോക്കുക, ഏതൊക്കെ ഇയറിലാണ് ഇത് ഓരോ കാര്യങ്ങൾ നടക്കുന്നതല്ല. ആദ്യം ചാനാർലഹള നടക്കുന്നത് എപ്പോഴാണ്, 1859 കേട്ടോ.
59. അപ്പോൾ ചാനാർ ലഹള അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, എന്താ? മേൽമുണ്ട് സമരം അല്ലെങ്കിൽ തോൾശീല സമരം. മേൽമുണ്ട് സമരം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് മുമ്പ്, അത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. നമ്മളെ സ്വാമിമാരൊക്കെ മേൽമുണ്ടിടുന്നത് എന്തിനേക്കും ഒരു തോർത്തിങ്ങനെ മേൽ ഇടുമ്പോൾ ഒരു 9ൻ്റെ ആകൃതിയല്ല. അപ്പോൾ 1809 എന്നുള്ളത് അവിടെ ഓർത്ത് വെച്ചാൽ എന്ത് കിട്ടും? മേൽമുണ്ട് സമരവും കിട്ടും. അതേപോലെ വൈകുണ്ഠ സ്വാമികളാണ് ഇതിന് നേതൃത്വം കൊടുത്ത ഒരു പ്രധാന വ്യക്തി എന്ന് പറയുന്നത് വൈകുണ്ഠ സ്വാമികളാണെന്നുള്ള എന്ത് ചെയ്യും? അതും കിട്ടും. പിന്നെ ഈ സമുദായം ഓർത്ത് നോക്കണം. ചാനാർ സമുദായത്തിലെ സ്ത്രീകൾക്കുള്ള മാറുമറക്കാനുള്ള അവകാശമാണ് എന്ത്? ഈ 1850 ഈ മേൽമുണ്ട് സമരത്തോടുകൂടി എന്ത് ചെയ്യുന്നത് ലഭിച്ചത്. ഇനി രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് ഏതായിരുന്നു? വൈക്കം സത്യാഗ്രഹം ആയിരുന്നല്ലേ. 2 വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം എന്താണ്? ഇന്ത്യയിൽ ഐക്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് ഇത് വൈക്കം സത്യാഗ്രഹം കേട്ടോ. വൈക്കം. അപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ വൈക്കത്തിലാക്കം എന്നെടുത്തതിൽ കുറേ കാര്യങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് പഠിക്കാം. എന്താ പറയുക, നമ്മൾ സഞ്ചാര സ്വാതന്ത്ര്യം ഇപ്പോൾ സഞ്ചാരികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല ടൂറിസ്റ്റ് പ്രോഗ്രാമിൽ കമോൺ കേരള അങ്ങനെയുള്ള കുറേ ടൂറിസ്റ്റ് പ്രോഗ്രാമുണ്ട്. അപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യത്തിലെ വൈക്കം, ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇന്ത്യയിൽ ഐക്യത്തിനെതിരെ നടന്നതാണ്, അതേപോലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും നടന്നതാണ്. ഇനി ടൂറിസ്റ്റുകൾക്ക് ഏകദേശം എല്ലാ സ്ഥലത്തും എന്തായിരിക്കും 24 hour അവരെ വെൽക്കം ചെയ്യുന്ന രീതിയിലേക്ക് അല്ലേ, കമോൺ കേരള പോലുള്ള. അപ്പോൾ വൈക്കം നടന്നത് 24 എന്ത് ചെയ്യും? അവിടെ അങ്ങനെ ഒരു കണക്ഷനും അവിടെ തന്നെ എന്ത് ചെയ്യും? കിട്ടും. അപ്പോൾ ഇതിൽ മാർച്ച് 30 ആ ഡേറ്റും കൂടി ഓർത്ത് നോക്കണേ. പുലയ, ഈഴവ, നായർ സമുദായങ്ങളായിട്ടുള്ള കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്നീ 3 യുവാക്കളാണ് സമരം ആരംഭിച്ചത്. ഇതൊക്കെ റയറായിട്ട് മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഏത് ക്ഷേത്രത്തിലാണ്? വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ്, കോട്ടയത്താണ് സ്ഥിതി ചെയ്യുന്നത്. വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കായൽ ഏതാണെന്ന് ചോദിച്ചാൽ വേമ്പനാട് കായൽ. പ്രധാന നേതാക്കൾ ചോദിച്ചാൽ എപ്പോഴും വരേണ്ടത് TK മാധവൻ കേട്ടോ. TK മാധവനാണ്. ഓക്കെ, മറന്നു വരുന്നത് TK മാധവൻ, 1924. ഇനി അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മളെ തൊട്ടടുത്ത് വരുന്ന ഏതാണ്? മൂന്നാമത്തെ ഇതിൽ കാറ്റഗറിയിൽ തന്നിരിക്കുന്നത് പാലിയം സത്യാഗ്രഹം. ഓക്കെ, 3 ഇതിൽ മാറിയിട്ടുണ്ടോ? ക്ഷേത്രപ്രവേശന വിളംബരാട്ടോ 3 വരുന്നത്. ഇതാണ് അടുത്ത വരുന്നത്, മൂന്നാമതായിട്ട് വരുന്നത്. പാലിയം സത്യാഗ്രഹം 4ാമത്തെ സ്റ്റേജിലാണ് വരുന്നത്. സോ ഇതിൽ അടുത്ത ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ക്ഷേത്രപ്രവേശന വിളംബരം 1931. ഓക്കെ, അപ്പോൾ 31 നവംബർ 1 കേട്ടോ. ഡേറ്റ് ചോദിക്കാറുണ്ട്. പ്രസിഡൻറ്റും സെക്രട്ടറിയും ഓർത്തോക്കണം. പ്രസിഡൻറ്റ് മന്നത്ത് പത്മനാഭനാണ്. സെക്രട്ടറി K കേളപ്പനാണ്. ഓക്കെ, സെക്രട്ടറി അതിൽ കൊടുക്കുമ്പോൾ തന്നെ സെക്രട്ടറി K കേളപ്പൻ. 3 ആ ഒരു പേരാണെന്ന് ഓർത്ത് വെച്ചാൽ. പ്രസിഡൻറ്റിൽ ഇല്ല, അപ്പോൾ മന്നത്ത് പത്മനാഭനിലും ഇല്ല എന്നുള്ള രീതിയിൽ അത് കിട്ടും. ഇനി ഇതിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ. മറന്നു വരുന്നത് AKG ഗോപാലനാണ് ഇതിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ. ഇനി അടുത്ത ലാസ്റ്റാണ് പാലിയം സത്യാഗ്രഹം കേട്ടോ. പാലിയം സത്യാഗ്രഹമാണ് ലാസ്റ്റ്. സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹമാണിത് പാലിയം. 47-48 കാലഘട്ടത്തിൽ. അപ്പോൾ എന്തിനു വേണ്ടി നടന്നതെന്ന് വെച്ചാൽ എന്താ? പാലിയം ക്ഷേത്രത്തിന് മുന്നിലൂടെയുള്ള റോഡ് വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് നിശ്ചയിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ സമരം നടന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി പഴമെന്ന് അവധ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് തിരിച്ചും ചോദിക്കാറുണ്ടെന്ന് അറിയാം. എൻ്റെ ആൻസർ എന്താ വരിക? ഡൽഹൌസിയാണ്. അപ്പോൾ ഡൽഹൌസി ഏത് നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ചാണ് എന്ത് പറഞ്ഞത്? ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന പഴമെന്ന് വിശേഷിപ്പിച്ചതെന്ന് ചോദിക്കാറുണ്ട്. അത് ഏതാണ്? അവധാണ്. അവധ് അല്ലെങ്കിൽ ഔദ് എന്നൊക്കെ പറയാം, രണ്ടും സെയിമാണ്. അപ്പോൾ ഇനി ഡൽഹൌസിയെ പറ്റി പറയാം. ഡൽഹൌസി കുറേ പ്രത്യേകതകളുണ്ട്. ഡൽഹൌസിക്ക് ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ്, ഇന്ത്യൻ ടെലഗ്രാഫിൻ്റെ പിതാവ്, ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ്, തപാൽ സംവിധാനത്തിൻ്റെ പിതാവ്, ഇതൊക്കെ ആരാണ്? ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിൻ്റെ പിതാവ് ഒക്കെ ഈ ഡൽഹൌസിയാണ്. അപ്പോൾ ഡൽഹി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം കിട്ടും. ഇപ്പോൾ റെയിൽവേ ആണെങ്കിലും തപാലാണെങ്കിലും ടെലഗ്രാഫ് ആണെങ്കിലും അതിൻ്റെയൊക്കെ കേന്ദ്രം എന്ന് പറയുന്നത് ഏകദേശം എന്തായിരിക്കും? ഡൽഹി ആയിരിക്കും. ഒന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചാൽ മതി. എന്നാൽ അതുകൊണ്ട് ചെയ്യും അവിടെ ഒരു കണക്ഷൻ കിട്ടും. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ? താഴെ പറയുന്നതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ചോദിച്ച ഈ 3 ക്വസ്റ്റ്യൻസിൽ ഇതുവരെ ചോദിച്ച ഈ 3 ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മിതവാദികൾ. പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഏറ്റവും അധികം റിപ്പീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് മിതവാദികളും തീവ്രവാദികളും. ഓക്കെ, അപ്പോൾ ഇതിലേതാ വരിക? മിതവാദികളായിട്ട് വരുന്നത് നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അത് മിതവാദി. ഗോപാലകൃഷ്ണൻ എന്നുള്ളൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, ദിലീപിൻ്റെ ഒരു പാവം പിടിച്ചൊരു ക്യാരക്ടർ. അപ്പോൾ മിതവാദി എന്നുള്ളത് എന്ത് ചെയ്യും? അവിടെ ആ ഒരു കണക്ഷൻ അതൊന്ന് ഓർമ്മ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെ കിട്ടും. പിന്നെ ഈ ഗോപാലകൃഷ്ണ ഗോഖലെയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വെക്കാണ്ട്. ഇദ്ദേഹം രാഷ്ട്രീയ ഗുരു എന്നാരൊക്കെ? മഹാത്മാഗാന്ധി, അതേപോലെ സരോജിനി നായിഡു, മുഹമ്മദ് അലി ജിന്ന. പ്രത്യേകിച്ച് ഇത് ഓർത്തുവെക്കണേത് മഹാത്മാഗാന്ധിയുടെ ഗുരുവായിരുന്നു ഈ ഗോപാലകൃഷ്ണ ഗോഖലെ എന്നുള്ളത് നിർബന്ധമായിട്ട് ഓർത്തുവെക്കണം. ഇനി
അദ്ദേഹം INC ഒരു സമ്മേളനത്തിൽ എന്തായിട്ടുണ്ട്, INC പ്രസിഡൻ്റ് ആയിട്ടുണ്ട്. 1905 ബനാറസ് സമ്മേളനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, INC പ്രസിഡൻ്റ് ആയിട്ടുണ്ട്. അതുകൂടി ഓർത്ത് നോക്കാം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഓർഗനൈസേഷനാണിത്, സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, സെർവൻസ് ഓഫ് ഇന്ത്യ 1905 സ്ഥാപിച്ച ഒരു ഓർഗനൈസേഷനാണ്. ബ്രിട്ടീഷുകാർ വിളിച്ച ഒരു പേരുണ്ട്, വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് വിളിച്ചതും ഈ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് നോക്കുക. 5ാമത്തെ ക്വസ്റ്റ്യൻ, 2ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമം. ഓക്കെ, ഏകദേശം ജർമ്മനി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ ഒരു ഹിറ്റ്ലറെയാണ് അല്ലേ. ഹിറ്റ്ലർ എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മളെ മൈൻഡിലേക്ക് വരുന്ന ഹിറ്റ്ലറുടെ മീശയായിരിക്കും. അപ്പോൾ ഒരു ബാർബറ നമുക്ക് ഓർമ്മ വരും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്താൽ മതി, ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഓപ്പറേഷൻ ബാർബറോസ, ജർമ്മനിയുടെ സോവിയറ്റ് യൂണിയൻ്റെ ആക്രമണം. അപ്പോൾ 1941 എന്ത് ചെയ്യുന്നത്, സോവിയറ്റ് യൂണിയൻ ആക്രമിക്കാൻ വേണ്ടി ജർമ്മനി ഈ ഓപ്പറേഷൻ ബാർബറോസ എന്നുള്ള പേരിൽ ഒരു ഇതുണ്ടാക്കുന്നത്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ. ഇത് കറണ്ട് അഫെയർ ആണ് കേട്ടോ, ഇത് കറണ്ട് അഫെയർ ആണ്. ഓപ്പറേഷൻ ബാർബറോസയും മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ചോദിച്ച 5 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, കറണ്ട് അഫെയർ ആണ്, മുമ്പ് ചോദിച്ചിട്ടില്ല. അപ്പോൾ NCRB കേട്ടോ, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നഗരം. പക്ഷേ പേരിൽ എന്തില്ല, പേരിൽ നമ്മൾ അതൊന്നും കാണില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ, കൊൽക്കത്തയാണ്. അപ്പോൾ കൊല്ല്, കത്തി എന്നൊക്കെ കാണുന്നുണ്ടെങ്കിലും എന്താണ്, സുരക്ഷിതമായിട്ടുള്ള നഗരമാണിത് കൊൽക്കത്ത. അപ്പോൾ ഇത് സുരക്ഷിതമായിട്ടുള്ള നഗരമെന്ന് കിട്ടുവാണെങ്കിൽ തന്നെ നമുക്ക് എന്താ പറയുക, സന്തോഷത്തിൻ്റെ നഗരം, സിറ്റി ഓഫ് ജോയ് എന്ന് പറയുന്ന ഇതാണ് ഈ കൊൽക്കത്തയാണ്. ഇനി കൊൽക്കത്ത നഗരത്തിൻ്റെ ശില്പി ചോദിച്ചാൽ ജോബ് ചാർണോക്ക്. ഓക്കെ, ജോബ് ചാർണോക്ക്, ഇത് ഇടയ്ക്ക് സെൻട്രൽ ഗവൺമെൻറ് എക്സാമിനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ജോബ് ചാർണോക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നതും എവിടെ തന്നെയാണ്, കൊൽക്കത്തയിൽ തന്നെയാണ്. ഇനി കൊൽക്കത്തയിൽ രൂപം കൊണ്ട ഒത്തിരി സംഘടനകളുണ്ട്. ആത്മീയ സഭ, ബ്രഹ്മസമാജം, തത്വബോധിനി സഭ, ഇവയൊക്കെ ഇവിടെ രൂപം കൊണ്ടതാണ്, ഈ കൊൽക്കത്തയിൽ രൂപം കൊണ്ടതാണ്. കൊൽക്കത്തയിലെ ഒരു കപ്പൽ നിർമ്മാണശാലയാണ് ഇത്, ഗാർഡൻ റീച്ച് കപ്പൽ നിർമ്മാണശാല. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് വന്നതും എവിടെയാണ്, ഈ കൊൽക്കത്തയിലാണ്. ഇനി ട്രാം സർവീസ്, നമുക്കറിയാം ഒരു ട്രാം സർവീസ് എന്ന് പറയുന്നത് റെയിൽ കൂടെ ഏകദേശം ഒരു ട്രാം ഒന്ന് ഗൂഗിൾ സെർച്ച് നോക്കിയാൽ മനസ്സിലായി, ഒരു ബസ് പോലെ ഉള്ള ഓടുന്ന ഒരു ട്രാം എന്നാണ് അതിന് പറയുക. അപ്പോൾ ട്രാം സർവീസ് നടത്തുന്ന ഏക നഗരം എന്ന് പറയുന്നത് ഇപ്പോൾ പട്ടണം എന്ന് പറയുന്നത് ഈ കൊൽക്കത്ത മാത്രമേ ഉള്ളൂ. ഇനി കൊൽക്കത്തയുള്ള 1-2 വിശേഷങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സന്തോഷത്തിൻ്റെ നഗരം എന്നൊക്കെ പറഞ്ഞു. ഇനി നോബൽ നഗരം, ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മക്ക, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ഈറ്റില്ലം കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ഈറ്റില്ലം, ഫുട്ബോളിൻ്റെ മക്ക, ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇനി 7ാമത്തെ, ഭൂമധ്യരേഖയിൽ കൊറിയോലിസ് ബലം ഡേഷാണ്. ഓക്കെ, അത് ഏകദേശം ഞാൻ മുമ്പ് ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, എന്താണ് മദ്യം എന്നുള്ള ഓർത്ത് വെച്ചാൽ മതി. മദ്യം കഴിക്കുമ്പോൾ കുറയ്ക്കുന്നത് ഒരു നട്ട്സ് അതുപോലുള്ളൊരു ഇത് ഉരുണ്ട സാധനങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ അത് ഭൂമധ്യരേഖയിൽ കൊറിയോലിസ് ബലം 0 ആണെന്നുള്ളത് എന്ത് ചെയ്യും, അവിടെ കിട്ടും കേട്ടോ, 0 ആണ് വരുന്നത്. ഇനി എന്താ ഈ കൊറിയോലിസ് ബലം എന്നുള്ളത് എന്തോ നോക്കാം. ഭൂമിയുടെ ഭ്രമണം മൂലം എന്താണ്, ഭൂമോപരിതലത്തിലുള്ള സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉത്തരാർദ്ധഗോളത്തിൽ അവയുടെ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഓർത്തോക്കണം. ഇതിങ്ങനെ ഓർത്തോക്കാം, ഉത്തരം എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താ പറയുക, റൈറ്റ് അല്ലേ, യു ആർ റൈറ്റ് എന്ന് പറയില്ല, ഉത്തരം കറക്റ്റാണ്. അപ്പോൾ വലത്തോട്ട്, ആ റൈറ്റും ഈ റൈറ്റും തമ്മിലൊന്ന് കണ്ടെത്തിയാൽ ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടാണെന്ന് കിട്ടും. ഇനി അടുത്തതോ, ദക്ഷിണാർദ്ധഗോളത്തിൽ അവയുടെ സഞ്ചാര ദിശയ്ക്ക് എന്താണ്, ഇടത്തോട്ട്. ഓക്കെ, അങ്ങനെ വ്യതിചലനം ഉണ്ടാകുന്നത്. ഈ ദിശാവ്യതിയാനാണ് എന്ത് പറയപ്പെടുന്നത്, കൊറിയോലിസ് ബലം എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇതിൽ ധ്രുവങ്ങളിൽ നിന്ന് ഭൂമധ്യരേഖ പ്രദേശത്തേക്ക് വരുന്തോറും കൊറിയോലിസ് ബലം കുറയുന്നു. അത് നിങ്ങൾക്കറിയാം, കാരണം ഭൂമധ്യരേഖയിൽ 0 ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ ധ്രുവങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. ഇനി കൊറിയോലിസ് പ്രഭാവത്തെ സ്വാധീനത്താൽ കാറ്റുകൾക്കുണ്ടാകുന്ന ദിശാവ്യതിയാനത്തെ അടിസ്ഥാനമാക്കിയിട്ട് ആവിഷ്കരിച്ചൊരു നിയമമാണിത്, ഫെറൽ നിയമം. അപ്പോൾ ഫെറൽ നിയമം ഏതുമായിട്ട് ബന്ധപ്പെട്ടാന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഫെറൽ നിയമം കൊറിയോലിസ് പ്രഭാവമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനി ഭൂമധ്യരേഖാ പ്രദേശത്ത് പറഞ്ഞ പോലെ തന്നെ ഭൂമധ്യരേഖാ പ്രദേശത്ത് കൊറിയോലിസ് ബലം 0 ആയതിനാൽ എന്തായിരിക്കും, കാറ്റ് സമമർദ്ദരേഖകൾക്ക് ലംബമായിട്ടാണ് വീശുക. ഓക്കെ, ക്ലിയർ ആണ്, അതൊന്ന് ഓർത്തോക്കണേ. ഇതിൽ കാറ്റ് സമമർദ്ദരേഖകൾക്ക് ലംബമായി വീശുന്നു, അത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിച്ചാൽ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് വെറുതെ എക്സ്ട്രാ തന്നെ എടുത്ത് കൊടുത്തത്. ഇനി 8ാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സൺ സിങ്ക്രണൈസ്ഡ് ഉപഗ്രഹം കേട്ടോ, സൗരസ്ഥിര ഉപഗ്രഹം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതൊക്കെ എത്രയോ പ്രാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഏതാ 8ാമത്തത്, IRS ആണ്. ഓക്കെ, IRS. GSAT എന്താ, ജിയോ സിങ്ക്രണസ് ആണ്. ഇനി എന്താ ഈ സൺ സിങ്ക്രണസ് നോക്കാം. സൺ സിങ്ക്രണസ് അല്ലെങ്കിൽ സൗരസ്ഥിരം എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലയം വെക്കുന്ന കൃത്രിമ ഉപഗ്രഹമാണ് ഇത് സൗരസ്ഥിരം. ഏകദേശം 900 കിലോമീറ്റർ ഉയരത്തിലാണ് ഇതുണ്ടാവുക കേട്ടോ, ഭൂമി ഉപരിതലത്തിൽ നിന്ന്.
ഇനി ഇടവേളകൾ, കൃത്യമായ ഇടവേളകളിൽ എന്ത് ചെയ്യും, ഇത് ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാകും. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്ന മെയിനായിട്ട് എന്തിനായിരിക്കും, പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജലം എന്നിവയെക്കുറിച്ചുള്ള വിവരശേഖരണത്തിനാണ്. അപ്പോൾ ഇതിൻ്റെ 2 എക്സാമ്പിളാണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന 2 എക്സാമ്പിളാണ് IRSും അതേപോലെ ലാൻഡ് സാറ്റും. IRSും ലാൻഡ് സാറ്റും. ഓക്കെ, ഇത് 2 ഓർത്തോക്കണം, ഈ 2 പേരുകൾ ഓർത്തോക്കാം. ഇനി ഭൗമസ്ഥിര ചോദിക്കുകയാണെങ്കിൽ കേട്ടോ, ജിയോ സിങ്ക്രണസ് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ എക്സാമ്പിളാണ് ഇത് ഇൻസാറ്റ്. അത് നിങ്ങൾക്ക് കിട്ടും, എങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇൻസാറ്റ്, ഇൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഭൂമിയുടെ ഉള്ളിൽ തന്നെ ഉള്ളത്. അപ്പോൾ ഭൗമസ്ഥിരം എന്നുള്ളത് എന്ത് ചെയ്യും എന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒരു കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെയല്ല അതിൻ്റെ ഇത് മീനിങ് വരുന്നെങ്കിലും എന്ത് ചെയ്താൽ മതി, ആ ഒരു കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓർമ്മ വരും. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, തന്നിരിക്കുന്നതിൽ വേമ്പനാട് കായലിൽ പതിക്കാത്ത നദി ഏത്? ഇത് വേറെ രീതിയിൽ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ, അത് ഭാരതപ്പുഴ പതിക്കുന്നത് എവിടെയാണെന്നല്ല. അപ്പോൾ ഈ ആൻസർ എന്താ, ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ പതിക്കുന്നത് എവിടെയാണ്, അറബിക്കടലിലാണ്, പൊന്നാനിയിൽ വെച്ചിട്ടാണ് പതിക്കുന്നത് കേട്ടോ. ഭാരതപ്പുഴ അറബിക്കടലിനോട് ചെയ്യുന്നത് പൊന്നാനിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും, അത് വേമ്പനാട് കായൽ താഴോട്ടൊന്നും എന്തില്ല, അത് പോകുന്നില്ല. ഇനി ഈ ഭാരതപ്പുഴയായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ്, കേരളത്തിൻ്റെ നൈൽ, പൊന്നാനിപ്പുഴ, നീള എന്നറിയപ്പെടുന്നത്, മാമാമംഗം നടന്നിരുന്ന നദീതീരം, അതേപോലെ കിള്ളിക്കുറിശിമംഗലം സ്ഥിതി ചെയ്യുന്ന നദീതീരം, ചെറുതുരുത്തിയിലെ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന നദീതീരം. ഓക്കെ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഭാരതപ്പുഴയായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലം ഏതാണെന്നാണ്. ഇത് ഏകദേശം എന്ത് ചെയ്യും, നമുക്കൊരു എലിമിനേഷൻ വഴി കിട്ടുന്ന ക്വസ്റ്റ്യനാണ്. വേലിയേറ്റവും സൗരക്കാറ്റും കാന്തിക ബലമൊന്നും എന്ത് ചെയ്യുന്നില്ല, ഭൂഫലകങ്ങളെ എന്തും സ്വാധീനിക്കുന്നില്ല. ആകെ സ്വാധീനിക്കുന്നത് എന്താ, ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്നുള്ള സംവഹന പ്രവാഹമാണ് അല്ലേ, ഉൾഭാഗത്ത് നിന്ന് വരണ്ടേ ഫലകങ്ങൾ മൂവ് ചെയ്യണമെങ്കിൽ. ഇനി ഈ ശിലാമണ്ഡല ഫലകങ്ങളുടെ വിവിധതരം ചലനങ്ങളെ സൃഷ്ടിക്കുന്ന ഫലകസീമകളുണ്ട്. അത് മെയിനായിട്ട് ചോദിക്കുക, നമ്മളോട് മെയിനായിട്ട് ചോദിക്കുന്നത് ഈ 3 കേട്ടോ, സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ. ഇത് ഓർത്ത് വെക്കണേ. ഈ പ്രത്യേകിച്ചും ഇത് 3 ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങളുണ്ട്. ഭൂരൂപങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ സംയോജക സീമകളാണ് എന്ത് ചെയ്യുന്നത്, മടക്ക് പർവ്വതങ്ങൾ സൃഷ്ടിക്കുന്നത്. അതേപോലെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഫലകങ്ങൾ പരസ്പരം അടുത്ത് വരുന്നതിനാണ് സംയോജിക്കുന്നത്, സംയോജക സീമ എന്ന് പറയുന്നത്. അപ്പോൾ അത് സംയോജിച്ചിട്ട് മടക്ക് പർവ്വതങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതേപോലെ ഇത് 2 നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കി വിയോജക സീമയും ഛേദക സീമയും എന്ത് ചെയ്യണം, നോക്കിയിട്ടൊന്ന് വായിച്ചു നോക്കണം. കാരണം ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻസിൽ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഏകദേശം ഒരു 7-8 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രീവിയസ് റിപ്പീറ്റഡ് ഒരു ടൈപ്പാണ് വരുന്നത്. അപ്പം മെയിനായിട്ട് എന്ത് ചെയ്യാം, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് നന്നായിട്ട് അനലൈസ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി നമുക്ക് പിന്നെ അടുത്തൊരു പാർട്ടിലാക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ബൈ.